നിങ്ങൾക്കറിയാമോ, ഒരേ ഏജുള്ള ഒരേ ഭക്ഷണം കഴിക്കുന്ന സെയിം മെഡിക്കൽ ചെക്കപ്പ് റിസൾട്ട് ലഭിച്ച രണ്ട് വ്യക്തികൾ, അതിൽ ഒരാൾ എപ്പോഴും ഭയങ്കര ആക്റ്റീവ് ആൻഡ് ഭയങ്കര സന്തോഷവാനാണ്. എന്നാൽ രണ്ടാമത്തെ ആൾ എപ്പോഴും ഭയങ്കര ഒരു ക്ഷീണം പിടിച്ച അവസ്ഥ, അല്ലെങ്കിൽ ഭയങ്കര ഒരു വിഷമം, ടെൻഷൻ. എന്തുകൊണ്ട്? കാരണം രോഗം പലപ്പോഴും ശരീരത്തിൽ നിന്നല്ല തുടങ്ങുന്നത്, മനസ്സിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരുത്താൻ പറ്റിക്കുന്ന കുറച്ച് ടിപ്സാണ് ഞാൻ പറഞ്ഞിരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹെൽത്തി ബോഡി റിസൈഡ്സ് ഇൻ എ ഹെൽത്തി മൈൻഡ്. നമ്മൾ ശരീരത്തിന് വേണ്ടി പലതും ചെയ്യുന്നു, വില കൂടിയ ഭക്ഷണം, വൈറ്റമിൻസ്, ജിം, യോഗ. പക്ഷേ ഒറ്റ ചോദ്യം, നിങ്ങൾ മനസ്സിന് എന്ത് ഭക്ഷണമാണ് കൊടുക്കുന്നത്? രാവിലെ എഴുന്നേറ്റ ഉടനെ നെഗറ്റീവ് ന്യൂസ്, പ്രശ്നങ്ങൾ, പരാതികൾ, ഉത്കണ്ഠ. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആരോഗ്യമുള്ള ശരീരം. ഇതെങ്ങനെ സാധ്യമാകും? മനസ്സ് വിഷമിച്ചാൽ ഉറപ്പായും നമ്മുടെ ശരീരം ക്ഷീണിക്കും. യുവർ ബോഡി ലിസൺസ് ടു യുവർ തോട്ട്സ്. ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളിങ്ങനെ ഭയപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയം വേഗത്തിൽ മിടിക്കുന്നു, കൈകൾ വിയർക്കുന്നു, നമ്മുടെ വയറൊക്കെ അസ്വസ്ഥമാകുന്നു. ഒരു ചിന്ത മാത്രം, പക്ഷേ പ്രതികരിക്കുന്നത് മുഴുവൻ ശരീരമാണ്. ഇനി മറ്റൊരു കാര്യം, നമുക്ക് സന്തോഷമുള്ളൊരു വാർത്ത ലഭിക്കും. എന്ത് സംഭവിക്കും? നമ്മുടെ മുഖം തെളിയും, ഊർജം കൂടും. ഇപ്പൊ എന്താണ് പറയത്? മനസ്സല്ല, ശരീരം. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ സ്നേഹിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെയും ശ്രദ്ധിക്കണം. കാരണം ഓരോ ചിന്തയും ഓരോ സന്ദേശമാണ്. ഓരോ നെഗറ്റീവ് ചിന്തയും നമ്മുടെ ശരീരത്തോട് പറയുന്നത് അപകടം ഉണ്ട്. ഓരോ പോസിറ്റീവ് ചിന്തയും ശരീരത്തോട് പറയുന്നത് എല്ലാം സുരക്ഷിതമാണ്. നിങ്ങളുടെ ശരീരം 24 മണിക്കൂറും നിങ്ങളുടെ മനസ്സിൻ്റെ ഭാഷ കേൾക്കുകയാണ്. ഇപ്പോൾ ജസ്റ്റ് ഒരു പരീക്ഷണം, ജസ്റ്റ് ഒന്ന് കണ്ണുകളൊന്ന് അടച്ചിരിക്കൂ. നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാളെ കുറിച്ച് ഓർത്തു നോക്കൂ. അവരുടെ പുഞ്ചിരി, അല്ലെങ്കിൽ ഒരു മനോഹരമായൊരു നിമിഷം ഓർക്കൂ. നിങ്ങളുടെ മുഖത്തൊരു ചെറിയ പുഞ്ചിരി വന്നില്ലേ? ശരീരം അല്പമൊന്ന് ശാന്തമായില്ലേ? ഇതാണ് മനസ്സിൻ്റെ ശക്തി. പലർക്കും ശരീരമല്ല പ്രശ്നം, മാനസിക ക്ഷീണമാണ്. എപ്പോഴും താരതമ്യം, എപ്പോഴും കുറ്റപ്പെടുത്തൽ, എപ്പോഴും എനിക്ക് കഴിയില്ല എന്ന ചിന്ത. ഈ ചിന്തകൾ ശരീരത്തിന്റെ ഊർജം കവർന്നെടുക്കുന്നു. അതുകൊണ്ടാണ് ചിലരൊന്നും 8 മണിക്കൂർ കിടന്നുറങ്ങിയിട്ടും ക്ഷീണിതരാകുന്നത്. കാരണം അവരുടെ മനസ്സ് വിശ്രമിച്ചിട്ടില്ല. ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞു തരട്ടെ, നമ്മുടെ മനസ്സിനെ ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട്. രാവിലെ എഴുന്നേറ്റുടനെ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. നന്ദിയുള്ള മനസ്സിൽ ഭയത്തിനിടമില്ല. സെക്കൻഡ് വൺ, പ്രൊട്ടക്റ്റ് യുവർ മൈൻഡ്. നിങ്ങളുടെ ശരീരത്തിനെ ജങ്ക് ഫുഡിൽ നിന്ന് ഒഴിവാക്കുന്ന പോലെ നിങ്ങളുടെ മനസ്സിനെ ജങ്ക് ചിന്തകളിൽ നിന്ന് ഒഴിവാക്കണം. ഗിവ് യുവർ സെൽഫ് പീസ്. ദിവസവും 5 മിനിറ്റ് നിശബ്ദമായിരിക്കണം. ഫോണില്ല, TV ഇല്ല, പരാതികളില്ല, ഒന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സൈലൻസിൽ ഇങ്ങനെ ഇരിക്കുന്നു. വേറൊരു സ്റ്റോറി പറഞ്ഞാട്ടെ. ഒരാൾ ഒരു ഡോക്ടറുടെ അടുത്ത് പോയി. എന്നിട്ട് അയാൾ ഡോക്ടറോട് പറഞ്ഞു, എനിക്ക് ആരോഗ്യമുള്ള ശരീരം വേണം. ഡോക്ടർ തിരിച്ചു ചോദിച്ചു, നിങ്ങളുടെ മനസ്സ് ആരോഗ്യകരമാണോ? അയാൾ ഇങ്ങനെ മിണ്ടാതിരുന്നു. കാരണം നമ്മൾ പലപ്പോഴും ശരീരത്തെ മാത്രം ചികിത്സിക്കുന്നു, നമ്മുടെ മനസ്സിനെ മറക്കുന്നു. സോ ഇന്ന് മുതൽ ശരീരത്തെ മാത്രം പരിപാലിക്കരുത്, നിങ്ങളുടെ മനസ്സിനെയും പരിപാലിക്കൂ. കാരണം ആരോഗ്യമുള്ള മനസ്സിലാണ് ആരോഗ്യമുള്ള ശരീരം വസിക്കുന്നത്. നിങ്ങളുടെ മനസ്സ് സന്തോഷമുള്ളതാണെങ്കിൽ നിങ്ങളുടെ ശരീരം നന്ദി പറയും. നിങ്ങളുടെ മനസ്സ് സമാധാനത്തിലാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ഉഷാറാകും. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ സുഖപ്പെടുത്തൂ, നിങ്ങളുടെ ശരീരം അതിനെ പിന്തുടരും. ശരീരം രോഗിയാകുന്നതിന് മുമ്പ് മനസ്സ് ഉറപ്പായും ക്ഷീണിക്കും. ഹെൽത്തി മൈൻഡ് ഈക്വൽ ടു ഹെൽത്തി ബോഡി. ഈ സത്യം നിങ്ങളുടെ ജീവിതം മാറ്റും. താങ്ക് യു സോ മച്ച്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നതാണെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.